ഞങ്ങൾക്കൊരു കത്ത് കിട്ടി, വായിക്കട്ടെ? പിന്നെന്താ, വിത്ത് പ്ലഷർ. ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുകയാണ്. എന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക്. ഇനി നീ എങ്ങാനും ഞാൻ അത്രക്കാരൻ അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ്. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. ഞാൻ ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു. വക്കീൽ ഇതൊന്ന് കണ്ടേ. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. തോന്നി അതങ്ങനെ വരൂ. എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഇത് അവിടെ നിന്ന് എടുത്ത് അയച്ചാണോ മൊബൈലില്? അയച്ചല്ല, എന്റെ ചാനലിൽ ഇട്ടത്. എന്റെ പരിപാടി അല്ല, കൂട്ടുകാരെ കൂടി നിർബന്ധിച്ചപ്പോഴേ. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? അല്ല 2-3 ആഴ്ച കൊണ്ട് എന്റെ ഞാൻ ഇടാൻ വേണമെങ്കിൽ. അല്ല നേരത്തെ ഇത് മുൻകൂട്ടി കണ്ട് ഇതെങ്ങനെ ഇടും? എനിക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. എടാ ജോയ്, എന്തോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? ഞാൻ ഇനി കയ്യില് പിന്നെ വല്ല ഫോണുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് അവരെ വിട്ടത്. അവരെ വിട്ട് ചെക്ക് ചെയ്തതാ. ഇല്ല ചേട്ടാ, അടുത്ത ആഴ്ചത്തെ എടുത്തിട്ടില്ലേ? സത്യം പറ. സത്യം. ഇത് ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണോ? കൊണ്ടൊന്നും ആരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യണം, നിങ്ങൾ കളിക്കണം, ജയിക്കണം. അതല്ലേ അത് ന്യായം. ഞങ്ങൾക്ക് 7-ന്റെ പണി തരികയാണോ? എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 8-ന്റെ പണി തിരിച്ചു തരും. നോക്കി കണ്ടു നിന്നാ തനിക്ക് നല്ലത്.